എന്തിട്ട് പരിപാടി മക്കളെ, രാവിലെ സെറ്റായി പറഞ്ഞപ്പോഴേ ഒരാളാണെന്ന് ഞാൻ മുന്നിൽ നിൽക്കുക, എന്നെയും കൊണ്ടിട്ട് പോയാൽ മതി, അല്ലാണ്ട് നീ പോവില്ലാന്ന്. ഇയാളാണെന്ന് ഞാൻ കരഞ്ഞ് കാല് പിടിക്കണ പോലെ നിൽക്കണേ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണെന്ന് ഞാൻ ദാരിദ്ര്യം പിടിച്ചൊരു കാട്ടുപൂച്ച നോക്കി എന്തിനോ വേണ്ടിയിട്ട് ഭക്ഷണം കിട്ടാണ്ട് ചാടി ചത്ത പോലെ ഉണ്ടിട്ട് കാണുമ്പോൾ പാവുണ്ട്. ഒരാളഞ്ച് ട്രാക്ടറിട്ട് കാട്ടിക്കൂട്ടുന്ന കാണണം, അത് മറിയും മറിയില്ല വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കണേ. ഇയാളെന്ന് ഞാൻ മുന്നിക്കും മുകളിൽ ബാഗിക്കും മുകളിൽ ഇരുന്ന് പൊന്തിച്ച് കളിക്കുക. ഇയാൾ എത്ര നേരം പൊന്തിച്ചിരിക്കുന്നു നോക്കിയിട്ടാണ് ഞാൻ നിൽക്കണേ. എന്താ ചെയ്യാല്ലേ, ഒന്നും പറയണ്ട. പൂവും കഴിക്കാൻ വെച്ചാൽ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അപ്പൻ്റെ വകയെ റോഡ് എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. റോട്ടിൽ കാട്ടിക്കൂട്ടം നോക്കി ചോളം ഉണക്കാടനാണ് റോഡിൻ്റെ നടുക്കിൽ. ഇവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബൈക്കൊക്കെ നോക്കി ഇതേപോലെ മുതലാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിയാനയിലത്തെ ആൾക്കാർ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ക്യാമട്ടാ ഒരു രക്ഷയില്ല. ദാരിദ്ര്യം പിടിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഇതാണ് ദാരിദ്ര്യം പിടിച്ചത്. ഇത്രയും പച്ചപ്പിൻ്റെ ഇടയിൽ ഒരുത്തം മാത്രം ഉണങ്ങി നിൽക്കുക. റോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട മക്കളെ, അറ്റം നോക്കിയിട്ട് അറ്റം പോലും കാണാനില്ല, കൊടും ചൂടും പറയും വേണ്ട. എന്തൊരു ചെയ്യുക, പോണ നേരത്തുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വെളുത്ത്. ഇതെന്തോ തൊഴുത്താൻ വിചാരിച്ച് ഞാൻ കുറച്ച് നേരം നോക്കിയതാണ്. നോക്കുമ്പോൾ ഇത്രയും വലിയ ഗ്രൗണ്ടിൽ തൊഴുത്തുണ്ടാവില്ലല്ലോ എന്തായാലും. അങ്ങനെ മൊത്തത്തിലൊന്നും നോക്കിയപ്പോഴാണ് പറഞ്ഞു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ് മക്കളെ തൊഴുത്താക്കി കൊടുക്കണം ഇവിടുത്തെ ആൾക്കാർ. 10 മണിയാകുമ്പോഴേക്കും ഞാൻ നേരെ കണ്ട ഗുരുദ്വാരയിൽ കയറി. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ പോയപ്പോഴാന്ന് വെച്ചാൽ വയറിറച്ച് ഫുഡും. ഗുരുദ്വാരം എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ. അങ്ങനെ വയറിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ കിടക്കാൻ സ്ഥലം. കിടക്കാൻ പോയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ആണ് ആൾക്കാർ. ചൂട് കാരണം എല്ലാവരും ഇവിടെ വന്നിട്ട് കിടക്കണേ. ഞാൻ പിന്നെ കിട്ടിയോടത്ത് വേഗം കയ്യും കാലൊക്കെ നീണ്ട് നിവർന്നിട്ട് കിടന്നു, ഒന്നും നോക്കിയില്ല. എൻ്റെ പൊന്നു, ഉള്ളിലൊരു കിടക്ക എളുപ്പമില്ല കേട്ടോ, ഒരുമാതിരി ചൂടാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാന്ന് വെച്ചാൽ ഒരു പഴം ജ്യൂസ് കുടിച്ചിട്ട് നേരെ കണ്ട് പോകാൻ വിചാരിച്ചു. ജ്യൂസ് കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും വേറെ തുടങ്ങി. അയ്യോ എൻ്റെ മക്കളെ, എന്ത് നശിച്ച ചൂടാന്ന് വിചാരിച്ചിട്ട്. ഇത് ചൂട് സഹിക്കാൻ പറ്റില്ല, ചത്തുപോവും. അല്ല കോഴിമുട്ടയും വീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീൻ്റെ അടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലാണ് കറക്റ്റ് ടൈമിൽ ഒരു പഞ്ചറും കിട്ടി. അയ്യോ പറയും വേണ്ട കേട്ടാ, എന്തോ പ്രാക്കുണ്ടെന്ന് കൊണ്ട് കൂടെ. പോകും വഴിക്ക് വീണ്ടും ഇവർ റോഡ് മൊത്തം ചോളം വെതറിട്ട് കൊടുക്കണം. നമുക്ക് സൈക്കിൾ ഓടിക്കാൻ വരെ ഗ്യാപ്പില്ല. സൈക്കിൾ ഓടിക്കണമെങ്കിൽ നമ്മൾ വഴി ഉണ്ടാക്കിയിട്ട് പോകണം. ആ നിലയ്ക്കാണ് ചോളം ഇട്ടില്ല, കിലോമീറ്ററുകളാണ് ചോളം ഇട്ടിട്ടുള്ളത്. ഇവർ പറഞ്ഞിട്ടും കാര്യമില്ല. 5 മണിയായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഗുരുദ്വാര ടെൻ്റ് അടിക്കലില്ലഞ്ഞി. അയ്യോ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ പോയപ്പോഴാണ് വെച്ചാൽ കുറേ പിള്ളേർ കയറിയിട്ട് മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങയൊക്കെ കൂട്ടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല, നേരെ അവരോട് ഒരെണ്ണം ചോദിച്ചു എൻ്റെ അടുത്ത് കഴിച്ചു. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു. റൂമിൽ വന്നിട്ട് സെറ്റായി. റൂമൊക്കെ അടിപൊളി കഴിഞ്ഞിട്ട് കേട്ടോ, സെറ്റ് സാധനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഗുരുദ്വാരയിൽ വെച്ച് 2 പിള്ളേർ 2 നായ്ക്കുട്ടീനെ കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരായിട്ട് കുറേ നേരം കളിപ്പിച്ചു. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമില്ല കേട്ടോ. ആ നായനായിട്ടൊരു കാട്ടണമാണ്. അപ്പോൾ ആവുണ്ട് പച്ചപ്പരാക്കെ അതിൻ്റെ തല്ലിക്കൊല്ല് ഭേദം. അങ്ങനെ അവരുടെ ഒപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞത് ഗുരുദ്വാരം ഒന്നുമില്ല, അവിടെ ഒരു വീട് പോലെ എല്ലാവരും ഉണ്ട്. നല്ല രസമായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിള്ളേരായിട്ട് വീണ്ടും കളിക്കാൻ പോയി. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക.